കളമൊരുക്കി കോൺഗ്രസിന്റെ കളി തുടങ്ങുമ്പോൾ കളിക്കളം പിടിക്കാൻ ജൻസികളെ ഇറക്കുന്നതാണ് പുതിയ തന്ത്രം. യുവതലമുറയെ പിടിക്കാനും ഒപ്പം യുവതലമുറയ്ക്ക് അവസരം നൽകുന്ന കോൺഗ്രസിലേക്ക് യുവത്വത്തെ ആകർഷിക്കാനുമാണ് ഒരു ഉഗ്രൻ തന്ത്രവുമായിട്ട് പാർട്ടി എത്തുന്നത്. 21 വയസ്സുള്ള 2 വനിതകളെ അടക്കം 9 സ്ഥാനാർത്ഥികളടങ്ങുന്ന രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് കൊല്ലത്ത് പ്രഖ്യാപിച്ചപ്പോൾ വയസ്സൻ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന ഇടതുപക്ഷത്തിനൊരു അടി തന്നെയാണത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. CPIM-നോ LDF-നോ എടുത്തു കാണിക്കാൻ നല്ലൊരു യുവ നേതാവില്ല. ഉള്ളതോ PM ആർഷയെ പോലെയുള്ള ഗുണ്ടകളല്ലേ. അവരെ ജനങ്ങൾ ഏത് രീതിയിൽ ഏറ്റെടുക്കുമെന്ന് അവർക്ക് പോലും അറിയാം. അതുകൊണ്ട് അവർക്ക് യുവരാഷ്ട്രീയം പയറ്റാനാകില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് സതീശനും ചെന്നിത്തലയും സുധാകരനും അടങ്ങുന്ന മുതിർന്ന നേതാക്കൾ കഴിഞ്ഞാൽ ഷാഫിയും വിശ്വനാഥും അടങ്ങുന്ന നേതാക്കൾ, അത് കഴിഞ്ഞാൽ ആരെന്നതിൽ തെല്ലും സംശയമില്ലാതെ ഉയർത്തിക്കാണിക്കാൻ ഒട്ടനവധി പേരാണുള്ളത്. നിയമ വിദ്യാർത്ഥികളായ ജയലക്ഷ്മി മുണ്ടയ്ക്കൽ ഡിവിഷനിലും ആർച്ച വള്ളിക്കീഴിലും മത്സരിക്കും എന്നാണ് അറിയുന്നത്. ഇവരാണ് 21 വയസ്സുള്ള കോൺഗ്രസിന്റെ പുതിയ സ്ഥാനാർത്ഥികൾ. ഇരുവരും KSUവിന്റെ കോളേജ് യൂണിയൻ ഭാരവാഹികളാണ്. ഇതുവരെ ആകെ 22 സ്ഥാനാർത്ഥികളെയാണ് കൊല്ലം കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് നേതാവ് VS ശിവകുമാറാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. മേയർ സ്ഥാനാർത്ഥി അടക്കം 13 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് നേരത്തെ പുറത്തിറക്കിയിരുന്നതാണ്. അതേസമയം LDF-ന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ തുടരുകയുമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പട്ടിക പുറത്തിറക്കും എന്നും പറയുന്നു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രാധാന്യം നൽകിയുള്ളതാണ് പുതിയ പട്ടിക. വള്ളിക്കീഴിൽ കൊട്ടിയം NSS ലോ കോളേജ് യൂണിയൻ ഭാരവാഹി KS ആർച്ച, മുണ്ടയ്ക്കലിൽ കൊല്ലം SN കോളേജ് KSU യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി എന്നിവരാണ് മത്സരിക്കുന്നത്. ഇവർ രണ്ടുപേരും 21 വയസ്സുള്ളവരാണ്. കോളേജ് ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി PK അനിൽകുമാറാണ് സ്ഥാനാർത്ഥി. കുരീപ്പുഴയിൽ മുൻ കൗൺസിലർ B അജിത് കുമാറും, അഞ്ചാലമൂട് വെസ്റ്റിൽ റീജ സുഗുണനും, ഉള്ളിയക്കോവിൽ SR റജിയും, പാൽക്കുളങ്ങരയിൽ G മണിയും, അമ്മൻനടയിൽ VM പ്രിജിയും, കച്ചേരിയിൽ DCC ജനറൽ സെക്രട്ടറി കൃഷ്ണവേണി G ശർമ്മയുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. 134 സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്നത്. 18 സീറ്റിൽ സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും കോർപ്പറേഷൻ ചുമതലയുള്ള KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം VS ശിവകുമാർ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയിലും ഇത്തവണ കോൺഗ്രസ് ഞെട്ടിച്ചിരുന്നു. ഒരു MLA ആയിരുന്ന ആളെ മേയർ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുക എന്ന ചരിത്ര തീരുമാനം കോൺഗ്രസ് എടുത്തു. ഒപ്പം ഇളമുറക്കാരി വൈഷ്ണയെ സ്ഥാനാർത്ഥിയാക്കി. CPM-ന്റെ സീറ്റായ മുട്ടമട പിടിക്കാനായിരുന്നു വൈഷ്ണയെ ഇറക്കിയിരിക്കുന്നത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നറിയാൻ കഴിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് EVM റെഡിയാവുക. വോട്ടെടുപ്പ് 2 ദിവസമായിട്ടായിരിക്കും നടക്കുക എന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് തീയതികൾ, നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നിവ അടക്കം ഉച്ചയോടെ അറിയാം.